ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടടുത്തായി പള്ളിക്കര എന്ന ജംഗ്ഷനിനോട് വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു 3 ബെഡ്റൂം ബഡ്ജറ്റ് വീടിൻ്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഒരേ സ്റ്റൈലിലുള്ള 2 വില്ലകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. 3.5 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 1600 സ്ക്വയർ ഫീറ്റും 1700 സ്ക്വയർ ഫീറ്റിലും 3 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ടാണ് ഈ വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 6.5 കിലോമീറ്റർ ദൂരവും കൂടാതെ തൃപ്പൂണിത്തറ ജംഗ്ഷനിലേക്ക് 10 കിലോമീറ്ററും ബസ് സ്റ്റോപ്പിലേക്ക് വരുന്ന ദൂരം 700 മീറ്ററുമാണ്. ഈ വീടുകളോട് തൊട്ട് ചേർന്ന് വരുന്ന എല്ലാ വില്ലകളിലും താമസക്കാരുള്ളതാണ്. മനോഹരമായൊരു കൊളോണിയൽ സ്റ്റൈൽ എലവേഷൻ തന്നെയാണ് വീടിന് നൽകിയിരിക്കുന്നത്. 4 മീറ്ററിലധികം വീതിയുള്ള വലിയ ഇന്റർലോക്ക് കട്ടകൾ വെച്ച വഴി തന്നെയാണ് വീടിന് മുന്നിലായി കാണുന്നത്. മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീട്ടിലെ കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. മുറ്റം മുഴുവനായി തന്നെ കടപ്പാക്കല്ലുകൾ വിരിച്ച് മനോഹരമാക്കി തന്നെയാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിലെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് കിണർ വെള്ളം തന്നെയാണ്. മുഴുവനായി ഗ്രാനൈറ്റിൽ തീർത്ത ചെറിയൊരു സിറ്റ് ഔട്ടും നമുക്കിവിടെ കാണാം. കൂടുതൽ വിശേഷങ്ങൾക്കായി നമുക്കിനി വീടിന്റെ അകത്തേക്കൊന്ന് കയറി ചെല്ലാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ കയറി ചെല്ലുന്നത് ഈ വീട്ടിലെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. വലിപ്പമുള്ള ലിവിംഗ് ഏരിയ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മൾട്ടിവുഡിൽ തീർത്ത മനോഹരമായൊരു TV യൂണിറ്റും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വലിയൊരു കോർണർ സെറ്റി സുഖമായി നമുക്ക് ഈ ലിവിംഗ് ഏരിയയിൽ ഇടാവുന്നതാണ്. നല്ല ഭംഗിയായി തന്നെ ലിവിംഗ് ഏരിയയിൽ സീലിംഗ് വർക്കുകളും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ ഡൈനിങ് ഏരിയയിലേക്കാണ്. 8-10 ആളുകൾക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള വലിയ ഡൈനിങ് ടേബിൾ തന്നെ ഈ ഡൈനിങ് സ്പേസിൽ നമുക്ക് സുഖമായി ഇടാവുന്നതാണ്. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി ഒതുങ്ങി മാറി തന്നെയാണ് വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത്. വലിയൊരു റൗണ്ട് മിററും നല്ലൊരു സ്റ്റോറേജ് സ്പേസൊക്കെ കൊടുത്ത് ഭംഗിയാക്കി തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സിറ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്തതായി നമുക്കിനി വീട്ടിലെ കിച്ചണിലേക്കൊന്ന് കടന്നു ചെല്ലാം. എൽ ഷേപ്പിൽ വരുന്ന ഒരു കിച്ചനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനാണ് കബോർഡിന് നൽകിയിരിക്കുന്നത്. ഒരു മീഡിയം സൈസിലൊരു കിച്ചൺ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. കിഴക്ക് ഭാഗത്തേക്ക് ഗ്യാസ് സ്റ്റവ് വെക്കാവുന്ന രീതിയിലാണ് കിച്ചൺ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. താഴെയും മുകളിലുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകളും നമുക്കിവിടെ കാണാം. കിച്ചണിനോട് തൊട്ട് ചേർന്ന് വർക്ക് ഏരിയ പോലെ മറ്റൊരു സ്പേസ് കൂടി ഇവിടെ നമുക്ക് കാണാം. ഇവിടെയും സ്റ്റോറേജ് സ്പേസും ഒരു സിങ്കൊക്കെ കൊടുത്ത് ഭംഗിയാക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അടുത്തതായി നമുക്കിനി വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കയറി ചെല്ലാം. 12 അടിയോളം നീളവും 11 അടിയോളം വീതി വരുന്ന വലിയൊരു ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ കാണാനാവുന്നത്. കൂടാതെ 2 പാളികളുള്ള വലിയൊരു വാർഡ്രോബും അതിലൊരു മിററൊക്കെ കൊടുത്ത് മനോഹരമാക്കി തന്നെ കബോർഡ് വർക്കുകളും ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായി തന്നെ ഈ റൂമിലും സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. നമുക്കിനി വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോയി നോക്കാം. മുഴുവനായി സ്റ്റെയിൻലെസ് സ്റ്റീലിൽ തന്നെയാണ് വീടിന്റെ ഹാൻഡ് റെയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പർ ലിവിംഗ് ഏരിയയിലേക്ക് ചെല്ലുമ്പോൾ പ്രൊഫൈൽ ലൈറ്റിൽ തീർത്ത മനോഹരമായൊരു സീലിംഗ് വർക്കും ഇവിടെ നമുക്ക് കാണാം. അപ്പർ ലിവിംഗ് ഏരിയയുടെ ഒരു കോർണറിലായി ഭംഗിയായി തന്നെ ഒരു സ്റ്റഡി ടേബിളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ആദ്യം കയറി ചെല്ലുന്നത് ഈ വീട്ടിലെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ്. മുഴുവനായി തന്നെ ഷീറ്റ് ചെയ്ത് കവർ ചെയ്ത് തന്നെയാണ് യൂട്ടിലിറ്റി ഏരിയ ചെയ്തിരിക്കുന്നത്. വളരെ സ്പേഷ്യസ് ആയ ഒരു യൂട്ടിലിറ്റി ഏരിയ തന്നെയാണ് നമുക്കിവിടെ കാണാനാവുന്നത്. കൂടാതെ ഇവിടെ ഒരു വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടുള്ള പോയിന്റും ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കയറി ചെല്ലാം. താഴത്തെ നിലയിൽ കണ്ടതുപോലെ തന്നെ
12 അടിയോളം നീളത്തിലുള്ള വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാനാവുന്നത്. അതുപോലെ തന്നെ സെയിം ഒരു കബോർഡ് വർക്കും ഈ റൂമിലും നൽകിയിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റിൽ തീർത്ത മനോഹരമായൊരു സീലിംഗ് വർക്ക് തന്നെയാണ് ഈ റൂമിലുള്ളത്. നമുക്കിനി റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. അടുത്തതായി നമ്മൾ കടന്നു ചെല്ലാൻ പോകുന്നത് ഈ വീട്ടിലെ മൂന്നാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്കാണ്. 12 അടി നീളവും 10 അടിയോളം വീതിയുള്ളൊരു ബെഡ്റൂമാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. 2 പാളികളുള്ള ഒരു വാർഡ്രോബും അതിനോട് ചേർന്ന് ചെറിയൊരു വർക്ക് ടേബിളും കൊടുത്തുകൊണ്ടാണ് ഇവിടെ വാർഡ്രോബുകൾ ചെയ്തിരിക്കുന്നത്. മനോഹരമായൊരു സീലിംഗ് വർക്ക് നമുക്ക് ഈ റൂമിലും കാണാം. ഈ ബെഡ്റൂമിന്റെ മറ്റൊരു കോർണറിലായി മനോഹരമായ തന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിളും കൊടുത്തിരിക്കുന്നത് നമുക്കിവിടെ കാണാം. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം. നമുക്കിനി ഈ വീട്ടിലെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്കൊന്ന് കയറി ചെല്ലാം. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബാൽക്കണി തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. GI ട്യൂബിലാണ് ഇവിടെ ഹാൻഡ് റെയിലുകൾ നൽകിയിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഒത്തിരി വില്ലകൾ അടങ്ങുന്ന നല്ലൊരു വില്ല കമ്മ്യൂണിറ്റി തന്നെയാണിത്. ഈ വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും ഏകദേശം നമ്മൾ പങ്കുവച്ചു കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ വിലയൊന്ന് നോക്കാം. 3.5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1600 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 63 ലക്ഷം രൂപ മാത്രമാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ഈ വില്ല ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.